നമ്മൾ പ്രകാശ് കാരാട്ടുമായിട്ട് നമ്മുടെ പ്രതിനിധി ആദിൽ പാലോട് സംസാരിച്ചിരുന്നു. അപ്പോൾ പ്രകാശ് കാരാട്ട് പറഞ്ഞ കാര്യങ്ങൾ കൂടി പ്രേക്ഷകരൊന്ന് കേൾക്കൂ. അതിനുശേഷം നമ്മൾ ആദിൽ പാലോടിലേക്ക് വരും. പ്രകാശ് കാരാട്ട് പറഞ്ഞത് കേൾക്കാം. പ്രധാനമന്ത്രി തന്നെ കേരളത്തിലേക്ക് തുടർച്ചയായി എത്തുന്നു. ഇവിടെ രണ്ടക്കം കടന്നുള്ള ഒരു വിജയം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അതിനെ എങ്ങനെയാണ് കാണുന്നത്? Visiting Kerala number of times can result in electoral success. If it is so easy, then the BJP should have become successful in Kerala much earlier. You see, he thinks by coming personally here and campaigning, he can bring a change in the fortunes of the BJP. But that's not going to happen. കരുവന്നൂരിലെ സാധാരണ ജനങ്ങളുടെ പണം CPM നേതാക്കൾ കൊള്ളയടിച്ചു എന്നാണ് പരാമർശം നടത്തിയത്. If the Prime Minister can find only the question of fraud in one cooperative bank in the entire state of Kerala as the issue that he can use against the LDF government, that itself shows the complete hollowness or weakness of his charge sheet. You see, there are thousands and thousands of cooperative banks in the country. Take Mr. Modi's state Gujarat itself. How many cooperative banks there have been found to indulge in fraud and embezzlement? Cases have been filed, banks have collapsed. So that is not the issue. The real issue is Narendra Modi does not find anything really of substance to campaign against the LDF government in Kerala. ശശി തരൂർ പറയുന്നത് ഇവിടുന്ന് CPM CPI MPമാരെ ജയിപ്പിച്ചു വിടേണ്ടതില്ല, കാരണം പാർലമെൻറ്റിൽ അവർക്ക് വോയിസ് ഇല്ല, ടൈം കിട്ടില്ല, അവർക്കൊരു സ്പേസ് ഉണ്ടാകില്ല ചർച്ചകളിൽ പങ്കെടുക്കാനെന്നാണ്. അതിനെ എങ്ങനെയാണ് കാണുന്നത്? ശശി തരൂർ പോലൊരു നേതാവ് അങ്ങനെ പ്രചരിപ്പിക്കുന്നത് ശരിയാണ്? Well, if you see the record of the Congress party in Lok Sabha, after all, don't forget, they also had come down to one of the lowest in the Lok Sabha. And our point of criticism is, it is not the numbers. Even one MP can make a difference if he fights inside Parliament. With having 52 members of Parliament in the Lok Sabha, they could not do what should have been done. So there's no point in saying CPM and CPI cannot do that. ഏതായാലും പ്രചരണത്തിൻ്റെ തിരക്കുകളിലേക്ക് പ്രകാശ് കാരാട്ട് നീങ്ങുകയാണ്. റിപ്പോർട്ടർ ആദിൽ പാലോട്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. ആദിൽ പാലോട് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദിൽ, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ അല്പസമയം മുമ്പ് ബെന്നി ബെഹനാൻ പറഞ്ഞത് ഇടത് MPമാർ നമ്മളുടെ പാർലമെന്റിൽ വലിയ പ്രസക്തമല്ല, അവരുടെ എണ്ണം കൊണ്ടും അവർ പ്രസക്തമല്ല എന്നാണ്. അതുകൊണ്ട് ശശി തരൂർ പറഞ്ഞതിനെ ശരിവയ്ക്കുകയാണ് ബെന്നി ബെഹനാൻ MPയും. ഇപ്പോൾ എന്താണ് പ്രകാശ് കാരാട്ട് പറയുന്നത്? മാത്രമല്ല, കരുവന്നൂർ അടക്കമുള്ള വിഷയങ്ങളിൽ ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ പൊളിറ്റിക്കൽ ഡ്രാമകൾക്കുള്ള സാധ്യതയുണ്ട്. ഇന്നലെ മോദി തന്നെ അത് സൂചിപ്പിക്കുകയും ചെയ്തു. കരുവന്നൂരിലേക്കും മാസപ്പടിയിലേക്കും മോദി എത്തുമ്പോൾ എങ്ങനെയാണ് CPM അതിന് പ്രതിരോധം തീർക്കുന്നത്? എന്താണ് പ്രകാശ് കാരാട്ട് പറഞ്ഞതിൻ്റെ ഉള്ളടക്കം? ബെന്നി ബെഹനാനോ ശശി തരൂരോ മാത്രമല്ല, കേരളത്തിലെ 20 UDF MPമാരും പ്രധാന പ്രചരണ ആയുധമാക്കുന്നത്, പ്രചരിപ്പിക്കുന്നത്, ക്യാമ്പയിനുകളിൽ പറയുന്നത് CPMൽ നിന്നൊരു അംഗം പോയാൽ സംസാരിക്കാനുള്ള സമയം കാര്യമായി ലഭിക്കില്ല, ചർച്ചകളിൽ കൃത്യമായി പങ്കെടുക്കാനാകില്ല പാർലമെൻറ്റിൽ എന്നുള്ളതാണ്. അതിന് ഒരു വ്യക്തമായൊരു മറുപടി പ്രകാശ് കാരാട്ട് നൽകുന്നു. CPM പോളിറ്റ് ബ്യൂറോ അംഗം എന്നുള്ളതാണ് പറയുന്നത്. എത്ര അംഗങ്ങളുണ്ട് എന്നതോ മറ്റോ അല്ല കാര്യം, ലോക്സഭയെ എങ്ങനെ സമീപിക്കുന്നു, ലോക്സഭയുടെ കാര്യത്തിൽ വ്യത്യസ്തമായി എങ്ങനെ ഇടപെടുന്നു എന്നതിലാണ് കാര്യമെന്ന മറുപടിയാണ് ഈ പ്രചരണങ്ങൾക്ക് പകരമായി പ്രകാശ് കാരാട്ട് നൽകുന്നത്. വളരെ പ്രധാനപ്പെട്ട പ്രതികരണം കരുവന്നൂരുമായി ബന്ധപ്പെട്ടുള്ളതാണ്. കരുവന്നൂർ ഇന്നലെ പ്രധാനമന്ത്രി തന്നെ കരുവന്നൂർ പരാമർശിക്കുന്നൊരു സാഹചര്യമുണ്ടായി. സാധാരണക്കാരുടെ നിക്ഷേപം, പണം CPM നേതാക്കൾ കൊള്ളയടിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കരുവന്നൂരിൽ പോയി എന്നതായിരുന്നു ആ നിലയിലുള്ള പരാമർശമായിരുന്നു. അതിനെതിരെ തിരിയുകയാണ് പ്രകാശ് കാരാട്ടും CPMും എന്നുള്ളതാണ്. പ്രകാശ് കാരാട്ട് പറയുന്നത് കേരളത്തിൽ തട്ടിപ്പ് കണ്ടെത്തിയ ഒരു ബാങ്ക് മാത്രമാണുള്ളത്, ആ ഒരു ബാങ്ക് മാത്രമേ മോദിക്ക് കണ്ടെത്താനായിട്ടുള്ളൂ. പക്ഷേ കേരളത്തിന് പുറത്തേക്ക് പോയാൽ, പ്രത്യേകിച്ച് മോദിയുടെ സംസ്ഥാനമായ ഗുജറാത്തിലേക്ക് പോയാൽ മാത്രം ആയിരക്കണക്കിന് സഹകരണ ബാങ്കുകളിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന ഒരു വിമർശനമാണ് പ്രകാശ് കാരാട്ട് തിരിച്ചുന്നയിക്കുന്നത് എന്നുള്ളതാണ്. കേരളത്തിൽ ഒരു തരത്തിലും BJP സ്വാധീനമുണ്ടാക്കാൻ പോകുന്നില്ല. പലതവണയായി തമിഴ്നാട്ടിലും കേരളത്തിലും തുടർച്ചയായി മോദി എത്തുന്നുണ്ട്, പക്ഷേ ഒരു ഫലവും ഉണ്ടാകില്ല എന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു വയ്ക്കുന്നു. കരുവന്നൂരായിരിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ ചർച്ചാ വിഷയമെന്ന കാര്യത്തിൽ സംശയമില്ല. ആ സാഹചര്യത്തിലാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതിലേറെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന ഒരു തിരിച്ചുള്ള വിമർശനം പ്രകാശ് കാരാട്ടും ഒപ്പം തന്നെ CPMും ഉന്നയിക്കുന്നത്. അരുൺ.
ഓക്കെ, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്. ആദിൽ പാലോടാണ് ഇപ്പോൾ പ്രകാശ് കാരാട്ടുമായിട്ട് സംസാരിച്ചത്. പ്രകാശ് കാരാട്ട് പറയുന്നതനുസരിച്ച് വിഷയദാരിദ്ര്യം കൊണ്ടാണ് കരുവന്നൂരടക്കമുള്ള വിഷയങ്ങളിലേക്ക് ഇപ്പോൾ BJP എത്തിച്ചേരുന്നത്, നരേന്ദ്രമോദി എത്തുന്നത് എന്നാണ്. മാത്രവുമല്ല, ഇടത് MP-മാരുടെ എണ്ണത്തിലല്ല കാര്യം, അവരുടെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതാണെന്നും പ്രകാശ് കാരാട്ട് ആദിൽ പാലോടിനോട് പറഞ്ഞു.